ഈ വയനാട് കോൺഗ്രസ് പറഞ്ഞ രണ്ടാമത് മേടിച്ചു പറഞ്ഞ ഭൂമി അതെവിടെയാണ്? KPCC പ്രസിഡന്റ് ആണ് പറഞ്ഞത്. അത് രജിസ്ട്രേഷൻ ആവുമ്പോ അത് പറയും എവിടെയാണ് ഭൂമി. അതൊക്കെ പറയും. രജിസ്ട്രേഷൻ ആവുമ്പോ പറയും. അതല്ല, രജിസ്ട്രേഷൻ ആവുമ്പോ പറയും. ഭൂമി കാണിച്ചു തരാം, കൊണ്ടുവന്ന് കാണിച്ചു തരാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. മറ്റൊന്നും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞ് മറ്റു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാതെ. ചോദ്യം എന്തായിരുന്നു മാധ്യമപ്രവർത്തകന്റെ? വളരെ കൃത്യമായ ചോദ്യമാണ്. 2 സ്ഥലം വാങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി KPCC എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. ഒരു സ്ഥലം ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ വാങ്ങിയ 3.24 ഏക്കർ ഭൂമിയാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടത് വീട് വെക്കാൻ. അതിൽ യാതൊരു സംശയവുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ആ ഭൂമിയെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. അത് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ, അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, വന്യമൃഗശല്യമുള്ള സ്ഥലമാണ് എന്നൊക്കെ സമീപവാസികൾ പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. അവിടെ തന്നെ വീട് വെച്ച് നൽകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ദുരന്തബാധിത തയ്യാറാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ KPCC പ്രസിഡന്റ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന്, അതിന് പണം നൽകിയിട്ടുണ്ട്. എത്രയാണ്? KPCC പ്രസിഡന്റ് തന്നെ പറയുന്നത് രണ്ടാമത്തെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി 2,50,30,272 രൂപ ചെലവഴിച്ചു. അത് വയനാട് ഫണ്ടിൽ നിന്നാണ്, ആപ്പ് വഴി പിരിച്ച പൈസയിൽ നിന്നാണ്. 5.38 കോടി രൂപയിൽ നിന്നാണ് ആ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ആ പണം സ്ഥലം വാങ്ങാൻ തികഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങൾക്കായി 97,51,212 രൂപ 97,51,212 രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. പക്ഷേ സ്ഥലം എവിടെ? അതാണ് ചോദ്യം. പറഞ്ഞിട്ടില്ലേ KPCC പ്രസിഡന്റ്? പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം നമുക്ക് KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി 5,38,21,632 രൂപയാണ്. ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ചോദിക്കുന്നത് ആ രണ്ടാമത്തെ സ്ഥലം എവിടെ എന്ന് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. രണ്ടാമത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. KPCCയുടെ ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ സ്ഥലം വേണ്ടേ? സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടേ? എന്തുകൊണ്ടാണ് അവിടെ ഒളിച്ചു കളി? ആ പണം എങ്ങോട്ടെങ്കിലും വക മാറ്റിയോ? ഈ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാതെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒളിച്ചുകളി നടത്തുന്നത്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നാം അത് കാണുകയും ചെയ്തത്. രണ്ടാമത്തെ സ്ഥലം എവിടെ കോൺഗ്രസേ? ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉയർന്നത്. ഫണ്ട് മുക്കി 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട് മാത്രമാണ് പുറത്തു വന്നത്. അതിലെ വിവരങ്ങൾ മാത്രമാണ് KPCC പ്രസിഡന്റ് പുറത്തുവിട്ടത്. ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലും കോടികൾ വന്നിരുന്നു. ആ പണമേ കാണാനില്ല. ആ അക്കൗണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ഇപ്പോൾ KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാക്കളും. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. അപ്പോഴാണ് മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു വരുന്നത്. സ്ഥലത്തിന് പണം ചെലവഴിച്ചു, സ്ഥലം എവിടെ കോൺഗ്രസേ എന്ന ചോദ്യം ഉയർന്നത്. സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടേ? വാങ്ങിയ സ്ഥലമല്ലേ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അല്ലേ? ആ സ്ഥലം കാണിച്ചു നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറുന്നത് പോലെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട.